കയ്യിലിരുന്ന സഞ്ചിയിലെ മുരിങ്ങാക്കോലുകൾ ലോക കാഴ്ചകൾ കാണാനെന്നവണ്ണം പുറത്തേക്ക് കഴുത്തുയർത്തി നിന്നിരുന്നു. അതിനിടയിൽ കടലാസിൽ പൊതിഞ്ഞ 6 താറാമുട്ടകളും ഉരുളക്കിഴങ്ങും സവാളയും അങ്ങനെ ശരാശരി മലയാളിയുടെ പതിവ് സായാഹ്ന കച്ചവടം നടത്തിയ തെളിവെല്ലാം കാണാം. മറുകയിൽ ഒരു സഞ്ചി കൂടിയുണ്ട്. കയ്യിൽ നിന്ന് 2 സഞ്ചി റേഷൻ കടയുടെ തിണ്ണയിലേക്കൊന്ന് കയറ്റി വെച്ചു. ആ സോഫി ടീച്ചർ വൈകിയോ? ഒരു പുഞ്ചിരിയോടെ ഒരു കയ്യിലെ കുപ്പിയിൽ മണ്ണെണ്ണയും മറുകയിൽ ഒരു സഞ്ചിയും എടുത്ത് ടീച്ചറുടെ കയ്യിൽ കൊടുത്തു. ഓടി വന്നപ്പോഴേക്കും ബസ് പോയി. പിന്നെ കപ്പഴയുടെ അപ്പുറത്ത് അരി പൊടിപ്പിക്കാൻ കൊടുത്തുകൂടി വാങ്ങാനുണ്ടായിരുന്നു. ഒരു നേരത്തെ പുഞ്ചിരിയോടെ സോഫി പറഞ്ഞു. റേഷൻ കാർഡ് പിടിച്ചോ മോളെ, അതിനി മറക്കണ്ട. വാങ്ങാൻ വരുന്നവരിൽ പകുതി റേഷൻ കാർഡ് ഇവിടെ വെച്ച് മറന്നുപോയി. പിന്നെ അന്വേഷിച്ചു വരുന്ന പിന്നത്തെ മാസമാണ്. ചന്ദ്രേട്ടൻ കൊടുത്ത റേഷൻ കാർഡ് എടുത്ത് തോളിലിരുന്ന ബാഗിലിട്ടു. ബന്ധപ്പെട്ട് സോഫി ടീച്ചർ സഞ്ചി എടുക്കുന്ന കണ്ടപ്പോഴേ ചന്ദ്രേട്ടൻ തല കടയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു. ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന ആദ്യത്തെ ഓട്ടോ നോക്കി ചന്ദ്രേട്ടൻ വിളിച്ചു പറഞ്ഞു. ഓട്ടോ മുന്നിലെത്തി. ടീച്ചറായിരുന്നോ? അജിമോൻ തന്നെ സഞ്ചികൾ ഓരോന്ന് എടുത്തു വെച്ചു. ഇത്തവണ പെരുന്നാളുണ്ടോ? അരിയൊക്കെ പൊടിപ്പിച്ചിട്ടുണ്ടല്ലോ കാര്യമായിട്ട്. അജിമോൻ ചോദിച്ച സോഫിയുടെ മുഖം മങ്ങി. പള്ളിപ്പെരുന്നാളും നിറങ്ങളും ആഘോഷങ്ങളും ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയിട്ട് വർഷം 5 കഴിഞ്ഞു. അല്ലെങ്കിലും ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിച്ചവർക്ക് എന്ത് നിറങ്ങൾ? ഒന്നുകിലെല്ലാം ആഗിരണം ചെയ്യുന്ന കറുപ്പ്, അല്ലെങ്കിൽ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന വെളുപ്പ് എന്നീ 2 നിറങ്ങൾ. ഓട്ടോ ചെന്ന് ഇന്ന് ഒരു ഒറ്റനില ടെറസ് വീടിന്റെ മുമ്പിൽ ചുറ്റുമതിൽ കെട്ടി പൂച്ചെടികൾ നിറഞ്ഞ ചുറ്റുമുള്ള ഭംഗിയുള്ള ഒരു കൊച്ചു വീട്. ഓട്ടോക്ക് പൈസ കൊടുത്തിറങ്ങി. സഞ്ചികൾ തൂക്കി പിടിച്ച് അകത്തേക്ക് നടന്നപ്പോഴേ പോർച്ചിൽ പുതിയൊരു ജോഡി ചെരുപ്പ് എടുക്കുന്ന കണ്ടു. ചെരുപ്പ് ഊരി വെച്ച് അകത്തേക്ക് കയറിയതും നാത്തൂൻ വയറും താങ്ങി സോഫയിലിരിക്കുന്നുണ്ട്. 2ാമത്തെ ഗർഭമാണ്. മൂത്ത കുഞ്ഞിന് 3-3.5 വയസ്സ് കഴിഞ്ഞു. ഭർത്താവും കുഞ്ഞുമടക്കം മുമ്പിൽ താമസം. ചേച്ചി വൈകിയോ? ഒരു പുഞ്ചിരിയോടെ ദിവ്യ ചോദിച്ചു. റേഷൻ കടയിൽ നിന്ന് കയറി. പിന്നെ അരി പൊടിപ്പിക്കാൻ മില്ലി കൊടുത്തിരുന്നു. ജോമോ വന്നില്ലേ? എന്നെ ഇവിടെ കൊണ്ടാക്കിപ്പോയി. ദിവ്യ പറയുന്ന കേട്ടൊന്ന് തലയാട്ടി അകത്തേക്ക് പോയി. രാത്രി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ എല്ലാവർക്കും പതിവില്ലാത്തൊരു ഗൗരവം. അമ്മച്ചിയുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്ന കണ്ടിരുന്നു. എങ്കിലും ഒന്നും ചോദിക്കാൻ നിന്നിരുന്നില്ല. അപ്പച്ചനും അമ്മയും പതിവില്ലാതെ ഓട്സ് കുറുക്കിയതിൽ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴേ എന്തോ വിഷമം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെന്ന് തോന്നി. ഷുഗർ വന്നതിൽ പിന്നെ രാത്രി ഭക്ഷണം ഓട്സായി ചുരുക്കി 2 ചേച്ചി, ഞാൻ അപ്പച്ചനെ അമ്മച്ചി എൻ്റെ കൂടെ ബോംബെയിലേക്ക് കൊണ്ടുപോവാം. നാത്തൂൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ സോഫി പെട്ടെന്ന് കഴിച്ചിരുന്നവരുള്ള പ്ലേറ്റിൽ തന്നെ വെച്ചു. അത് പ്രസവത്തിന് വേണ്ടി ഇത്രയും നേരത്തെ കൊണ്ടുപോകണോ? ഇപ്പം 5 മാസമല്ലേ ആയിട്ടുള്ളൂ. എന്തോ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന പോലെ. പ്രസവത്തിന് വേണ്ടി മാത്രമല്ല, സ്ഥിരമായിട്ട്. ദിവ്യ പറഞ്ഞ സോഫി അവളെ തന്നെ നോക്കി. ഞാനിവിടെ എങ്ങനെയാ ഒറ്റയ്ക്ക്? സോഫി നിസ്സഹായതയോടെ നോക്കി. ബോംബെയിൽ ഞങ്ങൾ പുതിയ ഫ്ലാറ്റ് എടുക്കുന്നുണ്ട്. വീടിൻ്റെ ലോൺ ഈ മാസത്തോടെ തീരില്ലേ? ഇത് വിറ്റ് അതിലേക്ക് ഇടാന്നാ ജോമോ ചേട്ടൻ പറഞ്ഞത്. ഒരു കൂസലും കൂടാതെ ദിവ്യ പറയുന്ന കേട്ട് നിറഞ്ഞ കണ്ണോടെ സോഫി അപ്പച്ചനെ അമ്മച്ചയെയും നോക്കി. നെഞ്ചിലൊരു വിങ്ങൽ വരുന്നു. കല്ലിറക്കി വെച്ച ഭാരം വരുന്നു അറിഞ്ഞു. ഒന്നും മിണ്ടാതെ എണീറ്റ് കൈ കഴുകി റൂമിലേക്ക് നടന്നു. അല്ലെങ്കിലും നിങ്ങളെത്ര കാലം ചേച്ചിയുടെ കൂടെ നിൽക്കും? മോളായ ഞാനുള്ളപ്പോൾ മരുമോളെ കൊണ്ട് നോക്കിച്ചില്ലേ നാട്ടുകാർ പറയില്ലെന്ന് കടക്കം പറയുന്നത് കേൾക്കാം. റൂമിൽ ചെന്ന് കട്ടിൽ വീണു. കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. തലയിണയല്ലാതെ ആരുമില്ലെന്ന് ചാരിയിരുന്ന സങ്കടം പറയാം. തലയിണയാണ് സങ്കടങ്ങൾക്ക് കൂട്ട്. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയിൽ കണ്ണുടക്കി ഒരു കുടുംബചിത്രം. തിരുക്കുടുംബ ചിത്രം പോലെ മനോഹരമായൊരു ചിത്രം. ജോബിയേട്ടനും 4 വയസ്സുകാരൻ കുഞ്ഞനും താനും. എല്ലാവരെയും പോലെ എല്ലാം തികഞ്ഞൊരു സന്തുഷ്ട കുടുംബം. ജോബിയേട്ടനും ജോബിയേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചിയും താനും ഞങ്ങളുടെ കുഞ്ഞനും. അതായിരുന്നു ഈ സ്വർഗം. ഒരു ശരാശരി പ്രവാസിയുടെ സ്വപ്നം പോലെ ജോബിയും സോഫി ഒരുപാട് മോഹങ്ങൾ ഉരുക്കി കൂട്ടി പണിത വീടാണ്. തറവാട് പൊളിച്ച അതേ സ്ഥലത്ത് തന്നെ പണിതു. സ്ഥലം അപ്പച്ചൻ്റെ പേരിലായിരുന്നു. വീട് പണി ലോണിൽ അടച്ചു വീട്ടി സാവധാനം വീട് ജോബി ചേട്ടൻ്റെ പേരിലാക്കാമെന്ന് കരുതി. സോഫിയുടെ ആഭരണങ്ങളും 2 പേരുടെ സമ്പാദ്യമെല്ലാം മൂലധനമായി. തികയാതെ വന്ന് ഹൗസിംഗ് ലോൺ എടുത്തു. ആദ്യത്തെ 2 വർഷം അടച്ച ജോബി ചേട്ടൻ തന്നെയായിരുന്നു. എല്ലാവർക്കും അതിശയമായിരുന്നു. ഭർത്താവ് അരിയിലില്ലാതെ എങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ സോഫി ഒരു വഴക്കും കൂടാൻ നിൽക്കുന്നു? സ്നേഹം കൊണ്ട് ഇടതുന്നിയാൽ പിന്നെ വഴക്ക് അവിടെ കാണില്ലെന്ന് പറഞ്ഞ് അവരുടെ വായടപ്പിക്കും സോഫി. കുറച്ചു മാറിയൊരു സ്കൂളിലെ അധ്യാപിക. വീട് താമസം കഴിഞ്ഞ് ഗൾഫിൽ പോയി ആദ്യത്തെ അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിൽ വന്നതായിരുന്നു ജോബി. ആ അവധിക്കാലം ഒരു കാർ ആക്സിഡന്റ് രൂപത്തിൽ കവർന്ന് ഒരുപാട് പേരുടെ ജീവിതമായിരുന്നു. സോഫി ഭർത്താവും കുഞ്ഞും ഒന്നിച്ച് നഷ്ടപ്പെട്ട ഹതഭാഗ്യയായപ്പോൾ എതിരെ സഞ്ചരിച്ച കാറിലെ ചെറുപ്പക്കാരന് പോയത് ഭാര്യയും കുഞ്ഞുമായിരുന്നു. പിന്നീടെപ്പോഴോ ആണ് അയാളുടെ നഷ്ടവും അറിഞ്ഞത്. തെറ്റയാളുടെ ഭാഗത്താണെന്ന് തെളിഞ്ഞുകൊണ്ട് അത്യാവശ്യം മോശമല്ലാത്തൊരു തുക നഷ്ടപരിഹാരം കിട്ടിയിരുന്നു. അപ്പച്ചൻ്റെ ബൈപ്പാസ് സർജറിയും ദിവ്യയുടെ ആദ്യ പ്രസവവും കുഞ്ഞിൻ്റെ മാമോദീസ ചെലവൊക്കെ ആയിട്ട് ആ പണം പൊടിഞ്ഞുപോയി. പിന്നെ മുഴുവൻ ലോൺ അടച്ചീർത്ത് തൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്നായിരുന്നു. അതിൻ്റെ ഒപ്പം വീട്ടു ചെലവുകളും. ജോബിയും കുഞ്ഞും പോയി വർഷമൊന്ന് തികയുന്നതിന് മുമ്പേ സ്വന്തം അമ്മയും കൂടി പോയതോടെ സോഫി ആകെ തകർന്നു പോയിരുന്നു. എങ്കിലും തളരാതെ പിടിച്ചു നിന്നു. പലരൊരു വിവാഹത്തിന് നിർബന്ധം പിടിച്ചെങ്കിലും എന്തോ ഈ വീട്ടിൽ നിന്നിറങ്ങാൻ തോന്നിയില്ല. ഓർമ്മകൾ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ലല്ലോ.
അതിനുമപ്പുറം വയസ്സായ അപ്പച്ചനും അമ്മച്ചിയും തനിച്ചെങ്ങനെ കാലം കഴിച്ചു കൂട്ടുമെന്ന ചോദ്യവും. ഈ വീടിന്റെ ഓരോ മുക്കിനും മൂലക്കും പറയാനുണ്ട് ഓരോ കഥകൾ. തന്റെ കുഞ്ഞൻ പിച്ച് വെച്ച് ഓടി നടന്ന മുറ്റം, അവന്റെ പൊട്ടിത്തകർന്ന കളിപ്പാട്ടങ്ങൾ, അവൻ ചുമരിൽ കോറിയിട്ട പെൻസിൽ ചിത്രങ്ങൾ. അതുമാത്രമല്ല, താനും ജോബിയേട്ടനും ഒന്നിച്ചു പോയി വാങ്ങിയ വീട്ടുപകരണങ്ങൾ, അലങ്കാര വിളക്കുകൾ, പൂപാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, എന്തിന് എത്രയോ കടകൾ കയറിറങ്ങി തീരുമാനിച്ച ടൈൽസിന്റെയും അടുക്കള സ്ലാബിന്റെയും നിറം പോലും ഓരോന്ന് ഓർക്കവേ നെഞ്ചൊന്ന് പിടഞ്ഞു. ഓർമ്മകളുടെ ലോകത്തായിരുന്നു ഇത്രയും നാൾ പിടിച്ചു നിന്നു. ശരീരം കൊണ്ട് അടുത്തില്ലെങ്കിലും കണ്ണടച്ച് ഈ മുറിയിൽ കിടന്നാൾ രണ്ടാളും കൂടെയുള്ള പോലെ തോന്നും. കുഞ്ഞിനിടക്ക് വന്ന് കണ്ണുകുത്തുന്ന പോലെ, ആ കുഞ്ഞിക്കൈകളുടെ തണുപ്പ് കണ്ണിൽ പടരുന്ന പോലെ, താനും ജോബിയേട്ടനും കിടക്കുമ്പോൾ അതിന് നടുവിൽ കിടന്ന് ചാടി മറിയുന്ന പോലെ, മുഖം തലയിടയിൽ അമർത്തി കരഞ്ഞുപോയി. ഇവിടുന്ന് ഇറങ്ങിയാൽ എങ്ങോട്ടേക്ക്? സ്വന്തം വീട്ടിലെ ആങ്ങൾക്ക് വീണ്ടും ഒരു ഭാരമാവാനോ? അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര നാൾ? പിറ്റേന്ന് സ്കൂളിൽ ചെന്നെങ്കിലും മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കാത്തതുകൊണ്ട് ക്ലാസ്സിൽ കയറിയില്ല. സ്റ്റാഫ് റൂമിൽ തന്നെ ടേബിളിൽ തലവെച്ച് കിടന്നു. വൈകുന്നേരം ദീപ ടീച്ചറുടെ ഒപ്പം ഇറങ്ങി. രാവിലെ തന്നെ മൂഡ് ഓഫിന്റെ കാര്യം ചെയ്ഞ്ഞ് കണ്ടുപിടിച്ചിരുന്ന ടീച്ചർ. ദീപ ടീച്ചറോടെങ്കിലും മനസ്സൊന്നും തുറന്നെങ്കിൽ ചങ്കുപൊട്ടി ചത്തുപോയെന്ന് തോന്നിക്കൊണ്ടാണ് എല്ലാം പറഞ്ഞത്. ഇറങ്ങിയപ്പോൾ തന്നെ ടീച്ചറുടെ ഭർത്താവ് സഞ്ജു പുറത്തുനിൽപ്പുണ്ടായിരുന്നു ടീച്ചറെ കാത്ത്. നിർബന്ധിച്ച് സോഫി ടീച്ചറെയും കാറിൽ കയറ്റി. കാറിൽ ചെന്ന് നിന്ന് ബീച്ചിലായിരുന്നു. രണ്ടുപേരെയും സോഫി ടീച്ചർ നോക്കി. നിർബന്ധിച്ചൊരു ഒഴിഞ്ഞ ബെഞ്ചിൽ കൊണ്ടുപോയി ഇരുത്തി. ഒരാൾക്ക് ടീച്ചറെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സഞ്ജു അത് പറഞ്ഞപ്പോൾ ആരെന്ന ഭാവത്തിൽ സോഫി ഇരുവരെയും നോക്കി. ഇപ്പോൾ വരും, ടീച്ചർ പേടിക്കണ്ട, ഞങ്ങൾ അപ്പുറത്തന്നെ ഉണ്ടാവും. ദീപ ടീച്ചർ കുസൃതി ചിരിയോടെ പറഞ്ഞു പോകുന്നത് നോക്കി. ആരായിരിക്കുമെന്ന ചിന്തയിൽ മെല്ലെ കണ്ണു നടച്ച് ബെഞ്ചിൽ ചാരി. കാത്തിരുന്ന് മുഷിഞ്ഞോ? ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കി. പരിചിതമായ മുഖം, മറവീണ മൂടുപടത്തിൽ മറഞ്ഞു പോയിരുന്ന ചില ഓർമ്മകൾ, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില ഓർമ്മകൾ. ഞാൻ മാധവ്, എന്റെ പേരറിയാമെന്നറിയില്ല. അടുത്തിരുന്ന ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഓർമ്മ വന്നു. തന്നെ പോലെ ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഹതഭാഗ്യം. എന്തിനാ കാണണമെന്ന് പറഞ്ഞ്? അവളുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു. എന്റെ വീട്ടിലൊരു രൂപക്കൂണ്ടുള്ള സ്ഥലം ഒരുക്കി തന്ന കൂടെ വരുന്നോ എന്ന് ചോദിക്കാൻ. മാധവ് പറഞ്ഞ സോഫി ഇരുന്നിടന്ന് ഞെട്ടിണീറ്റു. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു ദിവസം കൊണ്ട് തോന്നിയൊന്നുമല്ല. കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഞാനുണ്ടായിരുന്നു തൻ്റെ പിറകെ ഒരു നിഴൽ പോലെ. എൻ്റെ അമ്മയ്ക്ക് തന്നെ കാണുമെന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിലൊന്നും ഓർമ്മയുണ്ടോ? സോഫി ഉണ്ടെന്ന് തലയാട്ടി. ജോബിയേട്ടനും കുഞ്ഞും പോയി ഒരു 1.5 വർഷം കഴിഞ്ഞ് വന്നിരുന്നു. അന്ന് ആയമ്മയും ഒരു യുവാൻ കഴിക്കാൻ കുറെ നിർബന്ധിച്ചാണ് പോയത്. ദീപ ടീച്ചറുടെ ഭർത്താവിൻ്റെ സുഹൃത്താണെന്നോ ദീപ ടീച്ചർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് താൻ പറഞ്ഞൊരു വാചകമുണ്ട്, വയസ്സായ അപ്പച്ചനെയും അമ്മച്ചയും വിട്ട് തനിക്ക് മാത്രമായിട്ടൊരു ജീവിതം വേണ്ടെന്ന്. അവർ തനിച്ചാക്കി പോകാൻ തനിക്ക് മനസ്സിലിരുന്നു. മാധവ് പറയുന്ന കേട്ട് നിൽപ്പായിരുന്നു സോഫി. അങ്ങനെ താൻ പറഞ്ഞിരുന്നു, ഉണ്ടായിരുന്നിരിക്കും. പിന്നെ എപ്പോഴോ തനിച്ചാണെന്ന് തോന്നിയപ്പോഴൊക്കെ തൻ്റെ മുഖം മിഴിവോടെ മനസ്സിൽ തെളിഞ്ഞു തുടങ്ങി. തൻ്റെ വിശേഷങ്ങളൊക്കെ ദീപ ടീച്ചർ വഴി അറിയാൻ തുടങ്ങി. ഇന്ന് ഇവിടെ വരെയുള്ള തൻ്റെ ജീവിതം. എനിക്ക് വേറെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നല്ലേ? ഞാനും ഇങ്ങനെയായിരുന്നു, മാറി. ഇനി അങ്ങോട്ടൊരു കൂട്ട് വേണമെന്ന് തോന്നി. സമയം വരുമ്പോൾ പ്രകൃതി പോലും മാറുന്നില്ലേ? വേനലിൽ നിന്ന് വർഷത്തിലേക്ക്, മഞ്ഞുമൂടി നിറഞ്ഞ തണുത്ത പ്രഭാതങ്ങളിൽ നിന്ന് വസന്തത്തിൻ്റെ കുളിർമയിലേക്ക്. തനിച്ചെന്ന് തോന്നുമ്പോൾ കൂട്ടിപ്പിടിക്കാൻ ഒരു വിരൽത്തുമ്പെങ്കിലും വേണമിടോ. പ്രതീക്ഷയില്ലാതെ എത്ര നാൾ മുമ്പോട്ട് പോകും. കുഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും പറയായിരുന്നു. മാധവിൻ്റെ കണ്ണിൽ തന്നെ നോക്കിൽപ്പായിരുന്നു സോഫി. ശരിയാണ്, പ്രതീക്ഷകൾ നശിച്ചുപോയിരുന്നു. ജീവിക്കാൻ ഒരു കാരണം പോലും ഇല്ലാതായിരിക്കുന്നു മുമ്പിൽ. പ്രതീക്ഷയോടെ വാശിയോടെ ജീവിച്ച് കാണിക്കാൻ ഒരു കുഞ്ഞു പോലുമില്ല. ലോണ് തീർക്കണമെന്നൊരു ലക്ഷ്യം മുമ്പിലുണ്ടായിരുന്നു, അതും തീർന്നു. ഇനി എന്ത്? ഒരു 30-കാരിക്ക് ജീവിതം ഇനിയും ബാക്കിയാണ്. പ്രതീക്ഷകളില്ലാത്ത പരന്നൊരു ജീവിതം. ഒന്നും മിണ്ടാതെ തിരിഞ്ഞടന്നു. അതേ, പിന്നിൽ നിന്നൊരു വിളിയായിട്ട് തിരിഞ്ഞു നോക്കി. സോഫിയുടെ സാരി തലപ്പും മാധവിൻ്റെ മുടികളും ഒരേ താളത്തിൽ കടൽ കാറ്റേറ്റു പാറുന്നുണ്ടായിരുന്നു. ഒറ്റക്കാണെന്ന് കരുതി കടുങ്കയൊന്നും ചെയ്തു കളയരുത്. അത് പറയാനാ കഷ്ടപ്പെട്ട് ഇന്ന് തന്നെ ഇയാളെ കാണാമെന്ന്. ഇഷ്ടമായെങ്കിലും ഒരു സുഹൃത്തായിട്ടെങ്കിലും കൂടെ കാണും. മാധവ് പറയുന്ന കേട്ട് സോഫിയുടെ ചുണ്ടിന്റെ കോണിൽ ചിരി വിടർന്നു. ചക്രവാള സീമയിൽ പകലിന്റെ മുഖം ചുവന്നു കൊടുത്തു. മോവന്തി ചുവപ്പ് പടർന്ന പോലെ സോഫിയുടെ കവിളുകളിലും ഒരു ചുവപ്പ് പടരാൻ തുടങ്ങിയിരുന്നു. ആഴക്കടലിൽ ഉരുകിത്തീരാൻ പോകുന്ന പകൽ, സൂര്യൻ ബാക്കി വെച്ച പ്രതീക്ഷയുടെ ഒരു തരി ചുവപ്പ്.